സ്വയം തൊഴിൽ എന്ന നിലയിൽ ആട് വളർത്തി പാലും അനുബന്ധ ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്നതിലൂടെ നിർധനരായ വീട്ടമ്മമാരുടെ ജീവിത നിലവാരവും കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയും ഗണ്യമായി ഉയർത്തുന്നതിന് അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി വൈക്കം റോട്ടറി ക്ലബ്ബ് ആവിഷ്കരിച്ച ആടുവളർത്തൽ പദ്ധതിക്ക് തുടക്കമായി. തോട്ടുവക്കം റോയൽ ക്ലബ്ബിൽ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം CK ആശ MLA നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ബോബി കുപ്ലിക്കാട് അധ്യക്ഷത വഹിച്ചു. മേഖലയിലുള്ള ആൾക്കാർക്ക് അവരുടെ മേഖല കുറച്ചുകൂടെ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങളും അവർക്ക് വേണ്ട സപ്പോർട്ടും കൊടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിത നിലവാരം ഉയർത്തത്തക്ക രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേ വരെ റോട്ടറിയിലെ പല ടീമും കൊണ്ടുവന്നതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടീമായിട്ട് തോന്നി. അപ്പം അതിനെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു പ്രൊജക്റ്റ് അതായത് ഒരു ഫോക്കസ് പ്രൊജക്റ്റ് നമ്മുടെ ക്ലബിന് അഭിമാനം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഫോക്കസ് പ്രൊജക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു ആശയം മുമ്പിലോട്ട് വന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് ഒത്തിരി ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തു, ഒത്തിരി ആൾക്കാരെ പോയി കണ്ടു. ക്ലബ്ബ് ഭാരവാഹികളായ EK ലൂക്ക്, N ഷൈൻകുമാർ, രാജു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. 8 ലക്ഷം രൂപ വിനിയോഗിച്ച് 72 ആടുകളെ നൽകുന്ന പദ്ധതിയുടെ ആദ്യഘട്ടമായി 18 ആടുകളെയാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. മികച്ച ക്ഷീരകർഷകയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ വിധു രാജീവിന് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധീർ ജബ്ബാർ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് നൽകി ചടങ്ങിൽ ആദരിച്ചു. ആടുകൾക്കുള്ള തീറ്റ, സാമൂഹിക വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈ എന്നിവയുടെ വിതരണം നഗരസഭ വൈസ് ചെയർമാൻ PT സുഭാഷ് നിർവഹിച്ചു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.